ഇസ്രയേൽ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഹ്വാനം. സൂപ്പർ മാർക്കറ്റുകളിലെ ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയാനും പരിശോധിക്കാനും പ്രത്യേക ആപ്പ്. ബഹിഷ്കരണം സംബന്ധിച്ച് മദ്രസകളിൽ പ്രത്യേക ക്ലാസുകൾ നൽകണമെന്നും നിർദ്ദേശം. കോഴിക്കോട് നടന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വി റോർ ഫോർ ഗാസ എന്ന സ്ട്രീറ്റ് വാക്കിലാണ് വിവാദ പരാമർശങ്ങൾ. ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ, അതുകൊണ്ടാണ് ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അത് ഇസ്രായേലിന്റെ ഉൽപ്പന്നമാണോ അല്ലേ എന്നറിയാൻ നോ താങ്ക്സ് ആപ്പ് നമുക്കറിയാം. ഇസ്രായേലിൻ്റെതാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പറയും, വേണ്ട എന്ന് നമ്മോട് പറയും. അപ്പൊ ഇങ്ങനെ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാനുള്ള ബാധ്യത നമ്മളുണ്ട്. നമുക്ക് അതുകൊണ്ട് സാധ്യമാവുന്ന രീതിയിൽ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ സാധ്യമാവുന്ന രീതിയിൽ മാത്രമല്ല, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫലസ്തീൻ കോസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ നിർബന്ധ ബാധ്യതയാണ് ഈ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിൽ അത് വാങ്ങി കൊടുക്കാതിരിക്കുക, നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കുക. നമ്മുടെ മദ്രസകളിലും സ്കൂളുകളിലും പാഠശാലകളിലും ഒരു അധ്യാപകൻ ഇന്ന് ധാർമ്മികതയുടെ പാഠമായ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ നിങ്ങൾ ഇസ്രായേലിനെ സഹായിക്കരുത് പെണ്ണുമക്കളെ എന്നവരോട് പറയലാണ്. ആ പറയുന്നതിൽ ഉൽപ്പന്നങ്ങളുണ്ട്, മിഠായികളുണ്ട്, നമ്മുടെ കുട്ടികൾ സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പദാർത്ഥങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഇന്ന് ലോകത്തിന് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസം. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നുണ്ട്. അനഘ, ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം, അതിന് എന്തൊക്കെയാണ് ഇസ്രയേലിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്നറിയാൻ പ്രത്യേക ആപ്പ് വരെ കൊടുക്കുകയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കം എന്താണ്? കൃഷ്ണരാജ്, ജമാഅത്തെ ഇസ്ലാമി പാലസ്തീൻ ഐക്യദാർഢ്യ സ്ട്രീറ്റ് വാക്ക് സംഘടിപ്പിച്ചിരുന്നു ഇന്നലെ. പ്രത്യക്ഷത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി അല്ലെങ്കിൽ സ്ട്രീറ്റ് വാക്ക് എന്നൊക്കെ പറയുമെങ്കിലും പരോക്ഷമായി ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയാണ്. അവരെ സായുധ പോരാളികളായിട്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും വിശേഷിപ്പിച്ചിരുന്നത്. അത് തന്നെയാണ് ഇന്നലെയും ആവർത്തിച്ചത്. ഈ സ്ട്രീറ്റ് വാക്കിനിടയിൽ നടത്തിയ ഈ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷിഹാബ് പൂക്കോട്ടൂരാണ് ഈ വിവാദ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. അതായത് ഇസ്രയേലിന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം, അത് ബഹിഷ്കരിക്കണമെന്ന് ഏതെങ്കിലും വിധത്തിൽ പറയുകയല്ല. ഈ ഷിഹാബ് പൂക്കോട്ടൂർ പറയുന്നുണ്ട്, അതായത് ഇത് വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് ബഹിഷ്കരിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ആവശ്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഇസ്രയേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നത് ഈ മദ്രസ അധ്യാപകർ, ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റ് പാഠശാലകളിൽ ഈ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ക്ലാസ് കുട്ടികൾക്ക് പ്രത്യേകമായി നൽകണമെന്നൊരു ആഹ്വാനം കൂടി ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നുണ്ട്. ഇസ്രയേലി ഉൽപ്പന്നങ്ങൾ വാങ്ങാതിരിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാതിരിക്കുക എന്നുകൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. അതായത് ഇസ്രയേലിന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് വലിയ രീതിയിലുള്ള ആഹ്വാനം ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഇസ്രയേലിനോടുള്ള വിരോധം, അത് ജമാഅത്തെ ഇസ്ലാമിക്ക് ജൂത വിരോധമാണുള്ളത്. അങ്ങനെയെങ്കിൽ എന്ത് ഉൽപ്പന്നമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നാണ് പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യം. അതായത് ഫേസ്ബുക്ക് കണ്ടുപിടിച്ചത് ഒരു ജൂതനാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു ജൂതനായിരുന്നു, വാക്സിൻ കണ്ടുപിടിച്ചത് ജൂതനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ആൾ ഉപയോഗിക്കുന്ന പകുതിയിലധികം ഉൽപ്പന്നങ്ങൾ അത് ജൂതന്റെ സംഭാവനയാണ്, ഇസ്രയേലിന്റെ സംഭാവനയാണ്. അങ്ങനെ ഇതൊക്കെ ഉപയോഗിച്ച് സോഷ്യൽ മാധ്യമങ്ങൾ, നവമാധ്യമങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ ഇത്തരം ജമാഅത്തെ ഇസ്ലാമി ആഹ്വാനം ചെയ്യണം. അങ്ങനെ എല്ലാ രീതിയിലും ജൂതവിരോധം അല്ലെങ്കിൽ ഇസ്രയേൽ വിരോധമാണെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അതിനെയൊക്കെ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് ഇത്തരം ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. മാത്രമല്ല, പരിഹാസ രൂപേണയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ആഹ്വാനത്തെ കാണുന്നത്. ഈ ആഹ്വാനം തള്ളിക്കളയുകയാണ് ഒരു സമൂഹം ചെയ്യുന്നത് എന്നതാണ് കൃഷ്ണരാജ്. അനഘ, ഇതിപ്പോൾ മദ്രസകളിലൂടെ ഇതൊക്കെ പഠിപ്പിക്കണം എന്നുകൂടി പറയുന്നുണ്ടല്ലോ. ഇപ്പോഴും തീവ്ര നിലപാടുള്ള സംഘടനകളുമായി ചേർന്ന് നിൽക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇഷ്ടം എന്നതിന് മറ്റൊരു തെളിവല്ലേ ഇത്?
തീർച്ചയായും കൃഷ്ണരാജ്, അതായത് 2047 ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കണമെന്നൊരു അജണ്ട സെറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടന തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി. അത് ഒളിഞ്ഞും തെളിഞ്ഞും അവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ കാലത്തും മത തീവ്രവാദ സംഘടനകൾക്കൊപ്പം നിൽക്കുന്ന, പരസ്യമായി തന്നെ അവർക്ക് പിന്തുണ നൽകുന്ന ഒരു സംഘടന കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ വിവിധയിടങ്ങളിൽ നടന്നിട്ടുണ്ട്. പക്ഷേ പേരും പോസ്റ്ററും ഒക്കെ തന്നെ പാലസ്തീൻ ഗാസ ഐക്യദാർഢ്യ റാലി എന്നൊക്കെയാണ് കൊടുക്കുമെങ്കിലും പ്രത്യക്ഷമായി ഇവർ പിന്തുണയ്ക്കുന്നത് ഹമാസ് എന്ന തീവ്രവാദികൾക്ക് വേണ്ടിയാണ് ഇവർ സംസാരിക്കുന്നത്. അവരെ പോരാളികളായി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഇവർ നടത്തുന്നത്. മാത്രമല്ല, പലസ്തീനിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് എന്ന് കാണിക്കാനാണ് ഇവർ നടത്തുന്നത് മുഴുവൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കം മുഴുവൻ ആ അർത്ഥത്തിലാണ്. മാത്രമല്ല, ഇത്തരത്തിൽ ഇസ്രയേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറയുന്നതിൽ പോലും ജമാഅത്തെ ഇസ്ലാമി ഒരു മതവിശ്വാസം അവിടെ കലർത്തുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ്